നമസ്കാരം, ഞാൻ വിസ്മയ. ഞാൻ GVHSS ഞെക്കാട് സ്കൂളിലെ 8O വിദ്യാർത്ഥിനിയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. കുട്ടികളായി നമ്മൾ ഒട്ടനവധി പ്രതിസന്ധികളിൽ കൂടെയാണ് ഈ 2020 എന്ന വർഷം കടന്നുപോയത്. അപ്പോൾ നമുക്ക് 2020 നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കൊറോണ വൈറസ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇതിൻ്റെ അവസാനം? ഈ കൊറോണ കാരണം ഇന്ത്യ മാസങ്ങളോളം നിശ്ചലമായി. പ്രമുഖരായ ഒരുപാട് പേർ മരണപ്പെട്ടു. പലായനങ്ങൾ നടന്നു. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ അതിർത്തിയിലെ പ്രധാന ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആയിരുന്നു. അതുകൂടാതെ ചൈനയും നമ്മുടെ ശത്രുവായ കാഴ്ചയാണ് ഈ വർഷം നമ്മൾ കണ്ടു. അതുപോലെ ഇന്ത്യയും ചൈനയും അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികരാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2020 അവസാനമായപ്പോഴേക്കും ഇന്ത്യയിലെ കർഷകർ സമരത്തിലായി. ജനുവരി 8 പൗരത്വ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കുന്നത്. ജനുവരി 30 രാജ്യത്തെ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് നൽകിയത്. ഫെബ്രുവരി 23 ഡൽഹി കലാപം ഉണ്ടായി. മാർച്ച് 7 ചാനലുകൾക്ക് വിലക്ക് വന്ന സമയമായിരുന്നു. മാർച്ച് 20 നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റുന്നത്. മാർച്ച് 22 നമ്മുടെ പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത്. മാർച്ച് 24 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. മെയ് 20 ഊംപിൻ ചുഴലിക്കാറ്റ്. ജൂൺ 2 നിസർഗ ചുഴലിക്കാറ്റുണ്ടായി. ജൂൺ 15 ഇന്ത്യ ചൈന ഏറ്റുമുട്ടലുണ്ടായി. ജൂൺ 29 ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. ജൂലൈ 29 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. ഓഗസ്റ്റ് 5 അയോധ്യയിൽ രാമക്ഷേത്രത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ഓഗസ്റ്റ് 7 കരിപ്പൂർ വിമാനാപകടം ഉണ്ടായി. പൈലറ്റ് ഉൾപ്പെടെ അതിൽ 19 പേർ മരിച്ചു. അതുപോലെ തന്നെ രാജമല മണ്ണിടിച്ചിലുണ്ടായി. നവംബർ 26 കർഷകർ സമരം തുടങ്ങി. ഡിസംബർ 8 ഭാരത് ബന്ദ് ഉണ്ടായി. ഡിസംബർ 18 ഭഗത് കുറ്റപത്രം സമർപ്പിച്ചു. ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ്. ഡിസംബർ 23 പ്രശസ്ത കവയിത്രി സുഗതകുമാരി അമ്മ അന്തരിച്ചു. അപ്പോൾ നമ്മൾ 2021 കടന്നു പോവുകയാണ്. ശുഭപ്രതീക്ഷകളോടുകൂടി എല്ലാം നല്ല ഭംഗിയായി നടക്കും എന്ന വിശ്വാസത്തോടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.